നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് 28 നമ്മുടെ തിയേറ്ററിലേക്ക് വരികയാണ്. അതിനു മുന്നേ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സാധനം എന്ന്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കാണ്, സൂം H1N എന്ന് പറഞ്ഞൊരു മൈക്കാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ പഴയ മൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഒടുങ്ങി, അതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നത്. പിടിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാണ്, കാണുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജാണ്. ഈ സിനിമയ്ക്കകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നാണ്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ വിവേക് ഒബ്രോയ്, അതുപോലെ തന്നെ ഇന്ദ്രജിത് സുകുമാരൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, മമത മോഹൻദാസ്, കലാഭവൻ ഷാജോൺ, നൈല ഉഷ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുണ്ട്. പേര് വായിക്കുകയാണെങ്കിൽ കുറേ പേരുണ്ട്. സിനിമയിലെ താരനിര നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു താരസമ്പന്നമായിട്ടുള്ള സിനിമയാണ്. അത്രയധികം താരങ്ങൾ ഈ സിനിമയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചില കോമ്പിനേഷനുകളാണ്. അതായത് ലാലേട്ടനും വിവേക് ഒബ്രോയും ഇവരൊന്നിച്ചിട്ടുള്ള സിനിമയായിരുന്നു കമ്പനി എന്ന് പറഞ്ഞ സിനിമ. ഇതിനു മുൻപേ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്തുള്ള ആ സിനിമ ഹിന്ദിയിൽ ഒരു ഹിറ്റായിട്ടുള്ള സിനിമയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ദ്രജിത്തും മുരളി ഗോപിയാണ്. മുരളി ഗോപി ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മുരളി ഗോപിയുടെ ഏറ്റവും മികച്ച ഒരു കഥാപാത്ര സൃഷ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വട്ട് ജയൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അത് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ദ്രജിത്താണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടനവധി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമയിലെ അണിയറ പ്രവർത്തകരിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്. കാരണം അദ്ദേഹത്തിന് ഒറ്റ സിനിമ മതി അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ അകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയും കാര്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ പൃഥ്വിരാജ് കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും മികച്ചതിനാണ്. അദ്ദേഹം ഈ മുരളി ഗോപിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ ഈ സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും. പിന്നെ ഈ സിനിമയുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ സുജിത് വാസുദേവനാണ് സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. അദ്ദേഹം പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറ വർക്ക് എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള ക്യാമറ വർക്കായിരിക്കും. നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ദീപക് ദേവാണ്. ഇതും പൃഥ്വിരാജിന് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ സിനിമയ്ക്കകത്ത് പരീക്ഷിക്കുന്നു. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പൃഥ്വിരാജ് ഒരുപാട് കാലമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഡയറക്ടർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് കുറഞ്ഞ സിനിമകളായിരിക്കും. ഒരു 10-15 സിനിമകൾ ഒരു 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു ആക്ടർക്ക് അങ്ങനെയല്ല, ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പൃഥ്വിരാജിന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസും അവരെ കണ്ടറിഞ്ഞും അവരുടെ സ്വഭാവം മനസ്സിലാക്കിയും അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കിയും അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാം ക്വാളിറ്റിയും അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് പൃഥ്വിരാജിന് അറിയാം. കാരണം പൃഥ്വിരാജ് ഇതിനു മുന്നേ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് സിനിമയ്ക്ക് തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജും അതുപോലെ തന്നെ ലാലേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ചൊരു നടനാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മികച്ച സിനിമകൾ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ടാകും. കാരണം പൃഥ്വിരാജ് എന്തായാലും ഒരു മോശം സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു മോശം കഥയോ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഏറ്റവും മികച്ച നടനിലൂടെ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് പറയുന്നത് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ എന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന രീതിയിലും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിവസം തന്നെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണും. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.